സ്വാമി ശരണം. കഴിഞ്ഞ 6 വർഷമായിട്ട് സാസ് കൊങ്കൺ പ്രാന്ത് നടത്തിവരുന്ന അധ്യാത്മ രാമായണ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പാരായണത്തിന്റെ 29ാമത്തെ ദിവസമാണ്. വളരെ വിശേഷപ്പെട്ട ദിവസമാണ്. ഇന്ന് രാമരാവണ യുദ്ധം ആരംഭിക്കുകയാണ്. എല്ലാ ഭക്തജനങ്ങളും ഇനിയുള്ള 3 ദിവസവും വളരെ വിശേഷപ്പെട്ട ദിവസമാണ്. അപ്പോ പാരായണം ചെയ്യുന്നവരും അതിന്റെ ശ്രോതാക്കളും വളരെ ഭക്തിപൂർവ്വം തന്നെ ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം, സ്വാമി ശരണം, ജയ് ശ്രീറാം. ഇന്നത്തെ പാരായണത്തില് 5 പേരാണ് പങ്കെടുക്കുന്നത്. ആദ്യമായിട്ട് ശ്രീ വിശ്വനാഥൻ ജി ഫ്രം സാസ് വിക്രോളി. അടുത്തായിട്ട് ശ്രീമതി ദീപ നായർ ഫ്രം സാസ് മുളുൺ. അടുത്തത് ശ്രീമതി കല ഉണ്ണികൃഷ്ണൻ ഫ്രം സാസ് മുളുൺ. അടുത്തായിട്ട് ശ്രീ ബാബുക്കുട്ടൻ പിള്ളൈ ജി ഫ്രം ഹൈദരാബാദ്. എല്ലാവർക്കും ഇന്നത്തെ പാരായണത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. സ്വാമി ശരണം. അടുത്തതായിട്ട് ഈശ്വര പ്രാർത്ഥനയാണ്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ പരിപാടി ഇവിടെ ആരംഭിക്കുന്നു. സ്വാമി ശരണം. ഉച്ഛൃംഖലം മമ പഞ്ചേന്ദ്രിയം ഭവാൻ പാവനമാർഗേണ ചാലയേത് സർവദാ. സ്വാമി ശരണമയ്യപ്പ. അയ്യപ്പ സേവാ സമാജസ്യ സ്യാമഹം നമ്ര സദസ്യശ്ചരൻ ധർമ്മമേവ ഹി ഭൂമൗ തു ക്ലേശേന ജീവതാം പ്രാണിനാം സേവനേ ദേഹി മേ ശക്തിം ദയാനിധേ. സ്വാമി ശരണമയ്യപ്പ. മാരുതേർമാനസേ ഭക്തിർ യഥാ തഥാ ഭൂയാദചഞ്ചല ഭക്തിശ്ച മേ ഹൃദി കർമ്മനിഷ്ഠാ വയം ഭൂയാസ്മ സേവകാ ഹൃത്തടേദം ഭവിഹീന ഭവേമ ച. സ്വാമി ശരണമയ്യപ്പ. ഭദ്രാണി ദ്രഷ്ടും സുദൃഷ്ടിം ച ദേഹിനാം ദോഷാപഹാരായ ശക്തിം ച ദേഹിനാം അയ്യപ്പ തത്വസ്യ ജ്ഞാനം ഹി ദേഹിനാം പ്രാപ്നുയാമോ വയം ശീഘ്രം ഹി ത്വത്പദം. സ്വാമി ശരണമയ്യപ്പ. ജന്മ പ്രാപ്താ ജന പുണ്യഭൂഭാരതേ സുവ്രതൈർ ദേവദേ സേവയാ നിർമ്മലാ താമസഭാവം പരിത്യജ്യ സദ്ഗതിം സാധയേതുസ്തത്ര ഭൂയാസ്മ സാധനം. സ്വാമി ശരണമയ്യപ്പ.
हृदन्ते प्रकाशतां सर्वदा स्वार्थलोभादिभिर्बद्धं तु जन्म मे व्यर्थं न भूयादि देह मे प्रार्थना സ്വാമി ശരണം. ഇന്നത്തെ പാരായണം ആരംഭിക്കുകയാണ്. ഒന്നുകൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് ശ്രീ വിശ്വനാഥൻ ജി ഫ്രം സാസ് വിക്രോളി, ശ്രീമതി ദീപ നായർ ഫ്രം സാസ് മുള്ളൂർ, ശ്രീമതി കല ഉണ്ണികൃഷ്ണൻ ഫ്രം സാസ് മുള്ളൂർ, ശ്രീ സദാശിവൻ പിള്ളേജി ഫ്രം സാസ് വിക്രോളി, ശ്രീ ബാബുകുട്ടൻ പിള്ളേജി ഫ്രം ഹൈദരാബാദ്. സ്വാഗതം. ആദ്യമായിട്ട് വിശ്വനാഥൻ ജി ഫ്രം സാസ് വിക്രോളി. സ്വാമി ശരണം. ശ്ലോകം ചൊല്ലാമോ? ധ്യാന ശ്ലോകം. ഗജാനനം ഭൂതഗണാതിസേവിതം ഗവിസ്തജം ഭൂബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം ഏകദന്തം മഹാകായം ദത്തകാഞ്ജന സന്നിഭം ലംബോദരം വിശാലാക്ഷം വദേഹം ഗണനായകം വക്രതുണ്ട മഹാകായ കോടി സൂര്യ സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഓം ശ്രീ സിദ്ധി വിനായകനേ ശരണം. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. പത്മപത്ര വിശാലാക്ഷി പത്മകേസരവർണ്ണനി നിത്യം പത്മാലയാ ദേവി സ്വാമാം പാതു സരസ്വതീ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ജയ നാരായണി നമോസ്തുതേ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഗുരുവേ സർവലോകാനാം ഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ശ്രീ ദക്ഷിണാമൂർത്തയേ നമഃ. ബ്രഹ്മാനന്ദം പരമസുഖം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമജലം സർവരീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സൽഗുരും തം നമാമി. സൽഗുരുനാഥനീ ശരണം. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിഹ ബന്ധനാത് മൃത്യോമുക്ഷീയമാമൃതാത്. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിഹിതമവിഹിതം വാ സർവമേതൽക്ഷമസ്വ. ജയ ജയ കരുണാത്തേ ശ്രീ മഹാദേവ ശംഭോ ശംഭോ മഹാദേവ. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. പൂജം തമോ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരൂഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി ഗോകുലോ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ.
ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദരമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദേ നമഃ. ശുക്രനജെന്നു നമസ്കരിച്ചെത്രയോ ശുഷ്കവദനായി നിന്നു ചൊല്ലിടിനാൻ അർക്കാത്മജാതിയാം മർക്കട വീരനും മർഗ്വാനയോത്ഭൂതനാകിയ രാമനും ഒക്കെ ഒരുമിച്ചു വാരിധിയും കടന്നിക്കര വന്ന് ലങ്കാപുരം പ്രാപിച്ച് ശക്രാരി മുഖ്യ നിശാചരന്മാരെയും ഒക്കെ ഒടുക്കി ഞാൻ ഏകാകിയായതോ ദുഃഖം ഉൾക്കൊണ്ടിരിക്കുമാറായതു സൽഗുരോ ഞാൻ തവ ശിഷ്യനല്ലോ വിഭോ. വിജ്ഞാനിയാകിയ രാവണനാൽ അതിവിജ്ഞാപിതനായ ശുക്രമഹാമുനി രാവണനോടുപദേശിച്ചിതെങ്കിൽ നീ ദേവതമാര പ്രസാദം വരുത്തുക, ശീഘ്രമൊരു ഗുഹയും തീർത്ത് ശത്രുക്കൾ തോൽക്കും പ്രകാരം അതിരഹസ്യസ്ഥലേ ചെന്നിരുന്നാച്ചു നീ ഹോമം തുടങ്ങുക. വന്നുകൂടും ജയമെന്നാൽ നിനക്കിടോ വിഘ്നം വരാതെ കഴിഞ്ഞുകൂടുന്നാകിൽ അഗ്നികുണ്ഡത്തിങ്കൽ നിന്നു പുറപ്പെടോ. ബാണതൂണീരജാപാശ്വരഥാദികൾ വാനവരാലോ അജയ്യനാം പിന്നെ നീ മന്ത്രം ഗ്രഹിച്ചുകൊൾ എന്നോടു സാദരമന്തരമെനിയേ ഹോമം കഴിക്ക നീ. ശുക്രമുനിയോടു മൂലമന്ത്രം കേട്ട് രക്ഷോഗണാധിപനാകിയ രാവണൻ പന്നക സമാനമായി തീർത്തിതോ തന്നുടെ മന്ദിരം തങ്ങൾ ഗുഹാതലം ദിവ്യമാം ഗവ്യ ഹവ്യാദിഹോമായ സദ്രവ്യങ്ങൾ തത്ര സമ്പാദിച്ചു കൊണ്ടവൾ ലങ്കാപുരദ്വാരമൊക്കെ ബന്ധിച്ചതിൽ ശങ്കാവിഹീനമകമ്പുകുശുധനായി ധ്യാനമുറപ്പിച്ചു തൽഫലം പ്രാർത്ഥിച്ചു മാനവും ദീക്ഷിച്ചു ഹോമം തുടങ്ങിനാൻ. വ്യോമമാർഗത്തോളം ഉചിതമായൊരു ഹോമധൂപം കണ്ട് രാവണ സോദരൻ രാമചന്ദ്രന് കാട്ടിക്കൊടുത്തിടിനാൻ. ഹോമം തുടങ്ങി ദശാനനൻ മനവാ. ഹോമം കഴിഞ്ഞൂടിയിടുവിൽ എന്നുമേ നാം അവനോട് തോറ്റിടും മഹാരണേ. ഹോമം മുടക്കുവാനായി അയച്ചിടുക സാബോധമാശു കവികുല വീരരെ. ശ്രീരാമ സുഗ്രീവ ശാസനം കൈക്കൊണ്ട് മാരുതപുത്രാംഗദാദികളൊക്കവേ 100 കോടിപ്പടയോടും മഹാമതിലേറി കടന്നങ്ങ് രാവണ മന്ദിരം ബുക്ക് പുരപാലകന്മാരെയും കൊന്ന് മർക്കട വീരരെ ഒരുമിച്ച് അനാകുലം വാരണവാജിരഥങ്ങളെയും പൊടിച്ചാരാഞ്ഞതത്ര ദശാസ്യ ഹോമസ്ഥലം. വ്യാജാൽ സരമാനിജകര സംജയാ സ്വജയാ സൂചിച്ചിതു ദശഗ്രീവന ഹോമസ്ഥലം.
സുഗ്രീവഹോ ദശഗ്രീവഹോമസ്ഥലം ഹോമഗുഹാദ്വാരബന്ധന പാഷാണമാമയഹീനം പൊടിപെടുത്തം ഗതൻ അത്ര ഗുഹയിലകമ്പുക നേരത്ത് നക്തഞ്ചരേന്ദ്രനെ കാണായി തന്തികേ മറ്റുള്ളവர்களுം തെറ്റെന്ന് ചെന്നു ഗുഹയിലിറങ്ങിനാർ കണ്ണുമടച്ചങ്ങ് ധ്യാനമിരിച്ചിരിക്കും ആ പുണ്യജനാധിപനെ കണ്ടു വാനരർ താടിച്ചു ഭൃത്യജനങ്ങളെ പീഡിച്ചു കൊള്ളുകയോ സംഭാര സഞ്ജയോ കുണ്ടത്തിലൊക്കെ ഒരിക്കലേ ഹോമിച്ചു കണ്ണിച്ചിട്ടു ലഘുമേഖലാവും രാവണൻ കയ്യിലിരുന്ന മഹൽശ്രുവം പാവനീ ശീഘ്രം പിടിച്ചു പറിച്ചുടൽ താടനം ചെയ്താൻ അതുകൊണ്ട് സത്വരം ക്രീഡയാ വാനരശ്രേഷ്ഠൻ മഹാബലൻ ദന്തങ്ങൾ കൊണ്ടും നഖങ്ങൾ കൊണ്ടോ ദശകന്ധര വിഗ്രഹം കീറിനാൻ ഏറ്റവും ധ്യാനത്തിനേതും ഇളക്കമുണ്ടായിര മനസ്സേ രാവണനും ജയകാംക്ഷയാ മണ്ടോദരിയെ പിടിച്ചു വലിച്ച് തൻ മണ്ഡലമെല്ലാം നുറുക്കിയിട്ടിടിനാൻ വിശ്രസ്തനീവിയായി അഞ്ചുഗഹീനയായി വിത്രസ്തയായി വിലാപം തുടങ്ങിയിടിനാൾ വാനരന്മാരുടെ തല്ലുകൊണ്ടിടുവാ ഞാൻ എന്തു ദുഷ്കൃതം ചെയ്തതു ദൈവമേ നാണം നിനകിലയോ രാക്ഷസേശ്വര മാനം ഭവാനോളമില്ല മറ്റാർക്കുമേ നിന്നുടെ മുമ്പിൽ കാശുക വിവരരെന്നെ തലമുടി ചുറ്റിപ്പിടിപ്പെട്ട് പാരിലയിക്കുന്നതും കണ്ടിരിപ്പതു പോരേ പരിഭവമോർക്കിൽ ജളമതേ എന്തിനായി കൊണ്ട് നിൻ ധ്യാനവും ഹോമവും അന്തർഗതം ഇനി എന്തോന്നു ദുർമതേ ജീവിതാശാദേ വലിയ സീമാനസേഹ വിധി വൈഭവം എത്രയും അത്ഭുതവർദ്ധം പുരുഷന് ഭാര്യയല്ലോ ഭുവി ശത്രുക്കൾ വന്നവളെ പിടിച്ചെത്രയും ബന്ധപ്പെടുത്തുന്നതും കണ്ടിരിക്കയിൽ മൃത്യു ഭവിക്കുന്നത് ഉത്തമവേവനോ നാണവും പത്നിയോ വേണ്ടിയിൽ ഇവനുതൽ പ്രാണഭയം കൊണ്ട് മൂഢൻ മഹാകലന് ഭാര്യാവിലാപങ്ങൾ കേട്ട് ദശാനനൻ ധൈര്യം അകന്ന് തൻ വാളുമായി സത്വരം അംഗതൻ തന്നോടടുത്താനത് കണ്ടു തുങ്ക ശരീരികളായ കവികളോ രാത്രിഞ്ചരീശ്വര പത്നിയെയോ അയച്ച് ആർത്തു വിളിച്ചു പുറത്തു പോന്നിടിനാർ ഹോമം അശേഷം മുടക്കി വയമെന്ന് രാമാന്തിയെ ചെന്നു കൈതൊഴുതിയിടിനാർ മന്ത്രോദരിയോടനുസരിച്ച നേരം പണ്ഡിതനായ ദശാസ്യനൻ ചൊല്ലിനാൻ നാഭേ ധരിക്ക ദൈവാധീനമൊക്കെയും ജാതനായാൽ മരിക്കുന്നതിന് മുന്നമേ കൽപ്പിച്ചതെല്ലാം അനുഭവിച്ചിടണം ഇപ്പോൾ അനുഭവം ഇത്തരം മാമകം ജ്ഞാനമാശ്രിത്യ ശോകം കളഞ്ഞിടു നീ ജ്ഞാനവിനാശനം ശോകമറിയ നീ അജ്ഞാന സംഭവം ശോകമാകുന്നതും അജ്ഞാനജാതം അഹങ്കാരമായതോ നശ്വരമായ ശരീരാദികളിലെ വിശ്വാസവും പുനരഞ്ജനാ സംഭവം ദേഹമൂലം പുത്രധാരാദിബന്ധവും ദേഹിക്ക് സംസാരവും അതു കാരണവും ശോകഭയ ക്രോധലോഭമോഹ സൃഭ രാഗഹർഷാദിജരാ മൃത്യുജന്മങ്ങൾ അജ്ഞാനങ്ങൾ അഖില ജന്തുക്കൾക്കും അജ്ഞാനമെല്ലാം കളകനീ ജ്ഞാനസ്വരൂപൻ ആത്മാപരനദ്വയനാനന്ദപൂർണ സ്വരൂപൻ അലേവകൾ ഹരേ രാമ
ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കേൾക്കുന്നുണ്ടോ? വായിക്കും. ഉണ്ട് വായിച്ചോളൂ. ഒന്നിനോടില്ല സംയോഗമതിന്നും മറ്റൊന്നിനോടില്ല വിയോഗമൊരിക്കലും. ആത്മാനമിങ്ങനെ കണ്ടു തെളിഞ്ഞുടൻ ആത്മനീ ശോകം കലക നീ വല്ലഭേ. ഞാനിനി ശ്രീരാമ ലക്ഷ്മണന്മാരെയും വാനരന്മാരെയും കൊന്നു വന്നിടുവിൻ. അല്ലാകിലോ രാമസായകമേറ്റു കൈവല്യവും പ്രാപിപ്പിനില്ലോരു സംശയം. എന്നെ രാമൻ കൊല ചെയ്യുകിൽ സീതയെ കൊന്നുകളഞ്ഞുടൻ എന്നോടുകൂടവേ. പാവകൻ തങ്കൽ പതിച്ചു മരിക്ക നീ ഭാവനയോടുമെന്നാൽ ഗതിയും വരും. വ്യഗ്രഹിച്ചത് കേട്ടു മണ്ഡോദരിയും ദശഗ്രീവനോട് പറഞ്ഞാനത് നേരം. രാഘവനെ ജയിപ്പാനരുതാർക്കുമേ ലോകത്രയത്തിങ്കിലെന്നു ധരിക്ക നീ. സാക്ഷാൽ പ്രധാന പുരുഷോത്തമനായ മോശതൻ നാരായണൻ രാമനായതും ദേവകൻ മകരാവതാരം അനുഷ്ഠിച്ചു വൈവസ്വതമനു തന്നെ രക്ഷിച്ചതും. രാജീവലോചനൻ മുന്നം ഒരു ലക്ഷയോജന വിസ്തൃതമായൊരു കൂർമ്മമായി ക്ഷീരസമുദ്രമതന കാലേ പുരാ ഘോരമാമന്തരം പുഷ്പേ ധരിച്ചതും. പന്നിയായി മുന്നം ഹിരണ്യാശനെ കൊന്നു മന്നിടം തേറ്റമേൽ വെച്ചു പൊങ്ങിച്ചതും. ഘോരനായൊരു ഹിരണ്യ കശുപതൻ മാറിടം കൈനഖം കൊണ്ടു പിളർന്നതും. 3 അടി മണ്ണു ബലിയോട് യാചിച്ചു മൂലോകവും 3 അടിയായി അളന്നതും. ക്ഷത്രിയരായി പിറന്നോരസുരന്മാരെ യുദ്ധേ വധിപ്പതിനായി ജമദഗ്നിതൻ പുത്രനായി രാമനാമത്തെ ധരിച്ചതും. പൃഥ്വിപതിയായ രാമൻ ഇവൻ തന്നെ മാർത്താണ്ഡവംശേ ദശരഥപുത്രനായി ധാത്രീ സുതവരനാകിയ രാഘവൻ നിന്നെ വധിപ്പാൻ മനുഷ്യനായി ഭൂതലെ വന്നു പിറന്നതും എന്നു ധരിക്ക നീ. പുത്രവിനാശം വരുത്തുവാനും തവ മൃത്യു ഭവിപ്പാനുമായി നീ അവനുടെ വല്ലഭേ കട്ടുകൊണ്ടുപോന്നു വൃഥ നിർജനയാകയാൽ മൂഢ ജലപ്രഭോ. വൈദേഹിയെ കൊടുത്തിടുക രാമനും സോദരനായി കൊണ്ടു രാജ്യവും നൽകുക. രാമൻ കരുണാകരൻ പുനരെത്രയും നാമിനിയും കാനനം വാഴ്ക തപസ്സിനായി. മണ്ഡോദരി വാക്കു കേട്ടോരു രാവണൻ ചണ്ഡപരാക്രമൻ ചെന്നാനത് നേരം. പുത്രമൃത്യുഭാതു സോദരന്മാരെയും മൃത്യു വരുത്തി ഞാൻ ഏകനായി കാനനെ ജീവിച്ചിരിക്കുന്നതും ഭംഗിയല്ലടോ. ഭാവിച്ച വണ്ണം ഭവിക്കയില്ലെന്നുമേ. രാഘവൻ തന്നോട് എതിർത്തു യുദ്ധം ചെയ്തു വൈകുണ്ഠ രാജ്യം അനുഭവിച്ചിടുവിൻ. രാമരാവണ യുദ്ധം. ഇത്തം പറഞ്ഞ് യുദ്ധത്തിനൊരുമ്പെട്ടു ബദ്ധമോദം പുറപ്പെട്ടിതു രാവണൻ. മൂലബലാദികൾ സംഹരത്തിനു തൽക്കാലേ പുറപ്പെട്ടു വന്നിതു ഭൂതലെ. ലങ്കാധിപനു സഹായമായി വേഗേന സംഖ്യയില്ലാതെ ചതുരംഗസേനയും 10 പടനായകന്മാരും ഒന്നിച്ചു 10 കഴുത്തനെ കൂപ്പി പുറപ്പെട്ടാൽ വാരിധി പോലെ പരന്നു വരുന്നതും. മാരുതി മുമ്പാം കവികൾ കണ്ടെത്രയും ഭീതി മുഴുത്തു വാങ്ങിയിടുന്നത് കണ്ടു നീതിമാനാകിയ രാമനും ചൊല്ലിനാൽ. വാനരവീരരെ നിങ്ങൾ ഇവരോടും മാനം നടിച്ചു നിന്നേൽക്കരുതാതുമേ. ഞാൻ ഇവരോട് പോർ ചെയ്തിടൊടുക്കുവിൻ ആനന്ദം ഉൾക്കൊണ്ടു കണ്ടുകൊള്ളുകേവരും എന്നരുൾ ചെയ്തു. നിശാചര സേനയിൽ ചെന്നു ചാടിയിടിനാൻ ഏകനാമീശ്വരൻ. ചാപബാണങ്ങളും കൈക്കൊണ്ടു രാഘവൻ കോപേന ബാണജാലങ്ങൾ തൂകിടിനാൽ. എത്ര നിശാചരുണ്ടു വന്നേറ്റതി ഇത്ര രാമന്മാരുണ്ടെന്നതുപോലെ രാമയമായി ചമഞ്ഞിതു സംഗ്രാമഭൂമി. എന്തോ ഒരു വൈഭവം അന്നേരം. എന്നോട് തന്നെ പൊരുന്നതും രാഘവൻ എന്നു തോന്നി രജനീശ്വരർക്കൊക്കവേ.
ദ്വാദശ നാഴിക നേരം ഒരുപോലെ യാതുദാനാവലിയോട് രഘുത്തമൻ അസ്ത്രം വനുഷ്ഠിച്ച നേരമാർക്കും തത്ര ചിത്തേ തിരിച്ചറിയാതതില്ലേതുമേ വാസര രാത്രി നിശാചര വാനര മേദിനി വാരിധി ശൈലവനങ്ങളും ഭേദമില്ലാതെ ശരങ്ങൾ നിറഞ്ഞിതു മേതുരന്മാരായ രാക്ഷസവീരരും ആനയും തേരും കുതിരയും കാലാളും വീണു മരിച്ചു നിറഞ്ഞിതു പോർക്കളം കാളിയും കൂളികളും കബന്ധങ്ങളും കാളനിശീതിനിയും പിശാചങ്ങളും നായും നരിയും കഴുകുകൾ കാകങ്ങൾ പേയും പെരുത്തു ഭയങ്കരമാവണ്ണം രാമജാപത്തിൻ മണിതന്നിനാദവും വ്യോമമാർഗേ തുടരെ കേട്ടോ ദേവഗന്ധർവ യക്ഷാപ്സരോ വൃന്ദവും ദേവമുനീന്ദ്രനാം നാരദനും തഥാ രാഘവൻ തന്നെ സ്തുതിച്ചു തുടങ്ങിനാൻ ആകാശചാരികൾ ആനന്ദപൂർവകം ദ്വാദശ നാഴിക കൊണ്ടു നിശാചര മേദിനി തന്നിൽ വീണീടിനാരൊക്കവേ മേഘത്തിനുള്ളിൽ നിന്ന് അർഘബിംബം പോലെ രാഘവൻ തന്നെയും കാണായി തന്നേരം ലക്ഷ്മണൻ താനും വിഭീഷണനും പുനരർക്കതനയനും മാരുതപുത്രനും മറ്റുള്ള വാനരവീരരും വന്ദിച്ചു ചുറ്റും നിറഞ്ഞിതു രാഘവൻ അന്നേരം മർക്കട നായകന്മാരോട് അരുളി ചെയ്തത് ഇക്കണക്കെ യുദ്ധമാശു ചെയ്തിടുവാൻ നാരായണനും പരമേശനും ഒഴിഞ്ഞാരുമില്ലെന്ന് കേൾപ്പുണ്ടു ഞാൻ മുന്നമേ രാക്ഷസ രാജ്യം മുഴുവൻ അതു നേരം രാക്ഷസ സ്ത്രീകൾ മുറവിളി കൂട്ടിനാൽ താതാ സഹോദര നന്ദന വല്ലഭ നാദാ നമുക്കവലംബനമാരയ്യോ വൃദ്ധയായേറ്റം വിരൂപയായുള്ളൊരു നക്തഞ്ജരാധിപ സോദരി രാമനെ ശ്രദ്ധിച്ച കാരണമാവത്തിതൊക്കവേ വർദ്ധിച്ചു വന്നതു മറ്റില്ല കാരണം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദേ നമഃ. ഹരി ഓം. ജാനകിയെ മുടിച്ചാനൊരു മൂഢൻ മഹാഭാഗ്യമാവടൻ അർദ്ധപ്രഹരമാത്രേണ ഹരാതിയുടെ പുത്രനെ മൃത്യു വരുത്തി വാഴിച്ചു സുഗ്രീവനെ തത്വരം വാനന്മാരെ അയച്ചിട്ടും ആരുടെ ചെയ്ത കർമ്മവും കണ്ടിരിക്കേ നന്മത്രയുമുണ്ടോ വിചാരമാപത്തിങ്ങളുണ്ടാവൂ. വിഭീഷണൻ ചൊല്ലിനാൻ മർത്തനായ നന്നായി വരുമവൻ കുലമൊക്കെ മുടിപ്പതിനാടും തൻ മരണത്തിനും നല്ല ദൂതന്മാരെയും തമ്പിമാരെയും കൊല്ലിച്ചു. മറ്റുള്ള ജനത്തെ എല്ലാം അനുഭവിച്ചിടുവാൻ പണ്ടു ചെയ്തതുമെല്ലാം മറന്നിതോ. ബ്രഹ്മസ്വമായതും ദേവസ്വമായതും നിർവഹിക്കാത മടക്കിനാനേറ്റം നാട്ടിലിരിക്കും പ്രജകളെ പേടിച്ചു കാട്ടിലാക്കി ചമച്ചിടിനാൻ കശ്മരൻ. അർത്ഥമന്യായേന നിത്യമാർജിക്കയും മിത്രജനത്തെ വെറുത്തു ചമയ്ക്കയും ബ്രാഹ്മണരെ കൊല ചെയ്യുകയും മറ്റുള്ള ധാർമ്മികന്മാർ മുതലൊക്കെ അടക്കയും ഗുരുജനദോഷമുണ്ടിവൻ ആരോടുമില്ല കൃപയും ഒരിക്കലും ഈ മഹാഭാവി ചെയ്തൊരു കർമ്മത്തിനായി നമ്മെയും ദുഃഖിക്കുമാറാകിനാനിവൻ. യുദ്ധം ഒരു സ്ത്രീജനത്തിൻ വിലാപങ്ങൾ നക്തഞ്ജനാധിപൻ കേട്ട് ദുഃഖാർത്തനായി ശത്രുക്കളെ പങ്കെടുക്കുവാൻ ഇന്നിനി യുദ്ധത്തിനായി പുറപ്പെടുകയാം എന്നതു കേട്ട് വിരൂപാക്ഷൻ മുന്നേ മഹോദരനും മഹാപാർശ്വനും ഉത്തരഗോപുരത്തൂടെ പുറപ്പെട്ടു ശസ്ത്രങ്ങൾ തൂക്കി തുടങ്ങിയാറ്റവും ദുർനിമിത്തങ്ങളുണ്ടായതനാദരിച്ചുന്നതനായ നിശാചരനായകൻ ഗോപുരവാതിൽ പുറപ്പെട്ടു നിന്നിതു. ചാപലമെന്നിയെ വാനരവീരരും
രാക്ഷസരോട് എതിർത്താരതു കണ്ടേറ്റ മൂക്കോടടുത്തു നിശാചര വീരരും സുഗ്രീവനും വിരൂപാക്ഷനും തങ്ങളിൽ ഉഗ്രമാം വണ്ണം പൊരുതാരതു നേരം വാഹനമാകിയ വാരണവീരന് സാഹസം കൈക്കൊണ്ടു വാനരരാജനും കൊന്നതു കണ്ടു വിരൂപ വിരോചനൻ ചെന്നിതു വാളും പരിചയും കൈക്കൊണ്ടു കൊന്നുകൊണ്ടെന്നറിഞ്ഞാൻ കവിരാജനും നന്നായിതെന്നു വിരൂപാക്ഷനുമത വെട്ടിനാൻ വാനരനായക ഭക്ഷസി പുഷ്ടകോപത്തോട് മർക്കടരാജനും നെറ്റുമേലെന്നടിച്ചാനതു കൊണ്ടവൻ തെറ്റെന്നു കാലപുരൻ പുക്കുമേവിനാൻ തേരിലേറി കൊണ്ടെടുത്താൻ മഹോദരൻ തേരും തകർത്ത് സുഗ്രീവൻ അവനെയും മൃത്യുപുരത്തിനയച്ചതു കണ്ട് അതിക്രുദ്ധനായി വന്നെടുത്താൻ മഹാപാർശ്വനും അംഗദൻ കൊന്നാൻ അവനെയും അന്നേരം പൊങ്ങും വിഴികളോടാശരാധീശനും പോർമതത്തോടും അടുത്തു കവികളെ താമശാസ്ത്രം കൊണ്ടു വീഴ്ത്തിനാനൂഴിയിൽ രാമനും ഐന്ദ്രാസ്ത്രമെയ്തു തടുത്തിതു താമശാസ്ത്രത്തെയും അപ്പോൾ ദശാനനൻ ആസുരമസ്ത്രമെയ്താനതു വന്നളവാതുരന്മാരായതു കവികളും വാരണസൂകര കുക്കുട ക്രോട്ടുക സാരമേയോരക ശൈരിഭ വായസവാനരസിംഹരൊരു മൃഗകാക ഗൃധ്രാനനമായി വരുമാസുരാസ്ത്രാത്മകം മുൽഗരപട്ട സശക്തി പരശ്വത ഖഡ്ഗശൂലപ്രാസവാണായുധങ്ങളും രൂക്ഷമായി വന്നു പരന്നതു കണ്ടളവാഗ്നേയമസ്ത്രമെയ്താൻ മനുവീരനും ശങ്കനൽ കൊള്ളികൾ മിന്നൽ നക്ഷത്രങ്ങൾ തിങ്കളുമാദിത്യൻ അഗ്നി എന്നിത്തരം ജ്യോതിർമയങ്ങളായി ചെന്നു നിറഞ്ഞളവാസുരമസ്ത്രവും പോയി മറഞ്ഞു ബലാൽ അപ്പോൾ മയൻ കൊടുത്തൊരു ദിവ്യാസ്ത്രം അൽപേതരായുധം കാണാനിതന്തികെ ഗാന്ധർവമസ്ത്രം പ്രയോഗിച്ചതിനെയും ശാന്തമാക്കിയിടിനാൻ മാനവവീരനും സൗര്യാസ്ത്രമേതു ദശാനനൻ നേരം പ്രത്യസ്ത്രമേതും ഖണ്ഡിച്ച നേരമാകണ്ഡലകൈതിയും ചണ്ടകരാംശു സമങ്ങളാം ബാണങ്ങൾ പത്തുകൊണ്ടെയ്തു മർമ്മങ്ങൾ വേദിച്ചള ഉത്തമ പുരുഷനാകിയ രാഘവൻ 100 ശരങ്ങളെയ്താനത് കൊണ്ടുടൽ കീറി മുറിഞ്ഞതു നക്തഞ്ചരേന്ദ്രനും ലക്ഷ്മണനേറ്റു ശരങ്ങളാലൂക്കോടും തക്ഷണേ ഖണ്ഡിച്ചു വീഴ്ത്തിയിടിനാൻ 5 ശരമെയ്തു സുഗതനെയും കൊന്നു ചഞ്ചലഹീനം മുറിച്ചതു ചാപവും അശ്വങ്ങളെ കൊണ്ട് വിഭീഷണൻ തച്ചു കൊന്നാനതു നേരം ദശാനനൻ ഭൂതലേ ചാടി വീണാശു വേകൊണ്ട് അതിക്രോധാൻ വിഭീഷണനെ പ്രയോഗിച്ചതു ബാണങ്ങളെ കൊണ്ട് ഇത് മുറിച്ചതു വീടുമതീതലേ അപ്പോൾ വിഭീഷണനെ കൊല്ലുവാനവൻ കൽപ്പിച്ചു മുന്നം മകൻ കൊടുത്തൊരു കൈകൊണ്ട് ചാട്ടുവാനോങ്ങിയ നേരത്തു ലക്ഷ്മണൻ മുൽപ്പുക്കു ബാണങ്ങളെ ചെയ്തു നക്തഞ്ചരാതുടൻ തന്നുടലൊക്കവേ രക്തമണിഞ്ഞു മുറിഞ്ഞു വരൽപ്പടം നിൽക്കും ദശാനനൻ കോപിച്ചു ചൊല്ലിനാൻ ലക്ഷ്മണൻ തന്നോടും നന്നു നീട്ടലും രക്ഷിച്ചവാരുഭീഷണനെത്തതാ രക്ഷിക്കേ നന്നു നിന്നെ പുനരെന്നുടെ ശക്തി വരുന്നതു കണ്ടാലും ഇന്നൊരു ശക്തനാകിൽ ഭവാൻ ഖണ്ഡിക്കവേലിതും എന്ന് പറഞ്ഞു വേഗേന ചാട്ടിയിടിനാൻ ചെന്നു തടച്ചിതു മാറത്തു ശക്തിയും അസ്ത്രങ്ങൾ കൊണ്ട് തടുക്കരുതറിഞ്ഞുടൻ വിത്രസ്തനായി തത്ര വീണുകുമാരൻ ജാനകീകാന്തസ്മരണം ജയ ജയ രാമരാമഹരിയോ. വേൽ കൊണ്ടു ലക്ഷ്മണൻ വീണതു കണ്ടുള്ളിൽ മാൽ കൊണ്ടു രാമനും നിന്നു വിഷണ്ണനായി ശക്തി പരിപ്പതിന്നാർക്കും കവികൾക്കു ശക്തി പോരാനുരകുലനായകൻ തൃക്കൈകൾ കൊണ്ടു പിടിച്ചു പറിച്ചുടൻ ഉൾകോപമോടെ മുറിച്ചെറിഞ്ഞിടിനാൻ മിത്രതനയ സുഷേണ ജഗൽ പ്രാണപുത്രാദികളോടരുൾ ചെയ്തിതാതരാൽ ലക്ഷ്മണൻ തന്നുട ചുറ്റുമിരുന്നിനി രക്ഷിച്ചു കൊള്ളിൻ വിഷാദിക്കരുതേതും
ദുഃഖ സമയമല്ലിപ്പോൾ ഉഴറ്റോടെ രക്ഷോവരനെ വിധിക്കുന്നതുണ്ടു ഞാൻ. കല്യാണം ഉൾക്കൊണ്ടു കണ്ടുകൊള്ളുവിൻ നിങ്ങളെല്ലാവരും ഇന്നു മൽക്കര കൗശലം. ശക്രാത്മജനെ വധിച്ചതും വേഗത്തിൽ അർക്കാത്മജാതികളോടും ഒരുമിച്ച് വാരിതിയിൽ ചിറകെട്ടിക്കടന്നതും പോരിൽ നിശാചരന്മാരെ വധിച്ചതും രാവണ നിഗ്രഹ സാധ്യമായിട്ടിവൻ കേവലം ഇപ്പോൾ അഭിമുഖനായതോ. രാവണനും രാഘവനും കൂടി വേവുക ഭൂമിയിൽ എന്നുള്ളതില്ലിനി. രാത്രീഞ്ചരേന്ദ്രനെ കൊല്ലുവാൻ നിർണയം മാർദ്ധാണ്ഡ വംശത്തിലുള്ളവനാകിൽ ഞാൻ. സപ്തദീപങ്ങളും സപ്താംബുദികളും സപ്താചലങ്ങളും സൂര്യചന്ദ്രന്മാരും ആകാശഭൂമികൾ എന്നിവയുള്ള നാൾ പോകാതെ കീർത്തി വർദ്ധിക്കും പരിചു ഞാൻ. ആയോധനെ ദശകണ്ഠനെ കൊൽവാൻ ഒരായുധപാണി എന്നാകിൽ നിസംശയം. ദേവാസുരോരകചാരണതാപസരേവരും കണ്ടറിയണം മമബലം. യുദ്ധം അരുൾ ചെയ്തു നത്തഞ്ചരേന്ദ്രനോട് അസ്ത്രങ്ങളെയ്ത് യുദ്ധം തുടങ്ങിയിടിനാൻ. തത്സമം ബാണം നിശാചരാധീശനും ഉത്സാഹം ഉൾക്കൊണ്ടു തൂകി തുടങ്ങി ഞാൻ. രാഘവ രാവണന്മാർ തമ്മിൽ അന്യോന്യം മേഘങ്ങൾ മാരിച്ചൊരിയുന്നതുപോലെ ബാണഗണം പൊഴിച്ചിടുന്നതു നേരം ഞാനൊലി കൊണ്ടു മുഴങ്ങി ജഗത്രയം. സോദരൻ വീണു കിടക്കുന്നതോർത്തുള്ളിൽ ആദ്യമുഴുത്തു രഘുകുലനായകൻ കാരേയതാതനോട് ഏവം അരുൾ ചെയ്തു. ധീരതയില്ല യുദ്ധത്തിനേതും മമ കൂതലേ വാഴ്കയിൽ നല്ലതെനിക്കിനി പ്രാതാവു തന്നോടുകൂടെ മരിപ്പതും. വിൽപിടിയും മുറുകുന്നതില്ലേതുമേ കേൾപ്പുമില്ലാതെ ചമഞ്ഞു നമുക്കികാം. നിൽപ്പാനുമേതു മരുന്നു മനസ്സിനും വിഭ്രമമേറി വരുന്നിതുമേൽക്കുമേൽ. ദുഷ്ടനെ കൊൽവാൻ ഉപായവും കണ്ടേല നഷ്ടമായി വന്നിതു മാനവും മനസ്സേ. ഏവം അരുൾ ചെയ്ത നേരം സുഷേണനും ദേവദേവൻ തന്നോടാശു ചൊല്ലിയിടിനാൻ. ദേഹത്തിനേതും നിറം പകർന്നീലൊരു മോഹമാത്രേ കുമാരനെന്നു നിർണയം. വക്രനേത്രങ്ങൾക്കുമേതും വികാരമില്ലാത്തൽ തീർന്നിപ്പോൾ ഉണരും അവരജൻ എന്നുണർത്തിച്ചാൻ. അല്ലാത്മജൻ തന്നോട് പിന്നെ നിരൂപിച്ചു ചൊന്നാൻ സുഷേണനും. മുന്നക്കണക്കെ വിശല്യകരണിയാകുന്ന മരുന്നിന്നു കൊണ്ടുവന്നിടുക എന്നുള്ളവേ ഹനുമാനും വിരവോട് ചെന്നു മരുന്നതും കൊണ്ടുവന്നിടിനാൻ. നസ്യവും ചെയ്തു സുഷേണൻ കുമാരൻ ആലസ്യവും തീർന്നു തെളിഞ്ഞു വിളങ്ങിനാൻ. പിന്നെയും ഔഷധശൈലം കവിവരൻ മുന്നമിരുന്ന വണ്ണം തന്നെയാക്കിനാൻ. മന്നവൻ തന്നെ വണങ്ങിനാൻ തമ്പിയും നന്നായി മുറുകെ പുണർന്നിതു രാമനും. നിന്നുടെ പാരവശ്യം കാണുക കാരണം എന്നുടെ ധൈര്യവും പോയതു മാനസേ എന്നതു കേട്ടുര ചെയ്തു കുമാരനും. ഒന്നു തിരുമനസിങ്കിലുണ്ടാകണം. സത്യം തപോധനന്മാരോട് ചെയ്തതും മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം. ത്രൈലോക്യ കണ്ടകനാം ഇവനെ കൊന്ന് പാലിച്ചു കൊള്ളുക ജഗത്രയം വൈകാതെ. ലക്ഷ്മണൻ ചൊന്നത് കേട്ടു രഘുത്തമൻ രക്ഷോവരനോട് എതിർത്താൻ അതിദ്രുതം. തേരും ഒരുമിച്ചു വന്നു ദശാസ്യനും പോരിനു രാഘവനോട് എതിർത്തിയിടിനാൻ. പാരിൽ നിന്ന് ഇഷാകു വംശതിലകനും തേരിൽ നിന്നാശര വംശതിലകനും പോരതിഘോരമായി ചെയ്തൊരു നേരത്തു പാരമിളപ്പം രഘുത്തമൻ ഉണ്ടെന്ന് നാരദാദികൾ ചൊന്നത് കേൾക്കയാൽ പാരം വളർന്നൊരു സംഭ്രമത്തോടുടൻ ഇന്ദ്രനും മാതിലിയോട് ചൊന്നാൻ. മമസ്യന്തനം കൊണ്ട കൊടുക്ക നീ വൈകാതെ. ശ്രീരാഘവനു ഹിതം വരുമാറു നീ തേരും തെളിച്ചു കൊടുക്കാമടിയാതെ. മാതിലി താനതു കേട്ടുടൻ തേരുമായി ഭൂതലം തന്നിലിഴഞ്ഞു ചൊല്ലിയിടിനാൻ. രാവണനോട് സമരത്തിനിന്നു ഞാൻ ദേവേന്ദ്രശാസനയാ വിട കൊണ്ടിതു. തേരതിലാശു കരേറുക പോരിനായി മാരുത തുല്യവേഗേന നടത്തുവൻ എന്നതു കേട്ടു രഥത്തെയും വന്ദിച്ചു മന്നവൻ തേരിലാം മാറു കരേറിനാൻ. തന്നോട് തുല്യനായി രാഘവനെ കണ്ടു വിണ്ണിലാമാറൊന്നു നോക്കി ദശാനനൻ. പേമഴ പോലെ ശരങ്ങൾ തൂകിയിടിനാൻ രാമനും ഗാന്ധർവമസ്ത്രമേതിയിടിനാൻ.
രാക്ഷസമസ്ത്രം പ്രയോഗിച്ചതുനേരം രാക്ഷസരാജനും രൂക്ഷമായത്രയും ക്രൂരനാഗങ്ങളാം അസ്ത്രത്തെ മാറ്റുവാൻ ഗാരൂഢമസ്ത്രം എയ്തു രഘുനാഥനും മാതലിമേലും ദശാനനൻ ബാണങ്ങൾ എയ്തു കൊടിയും മുറിച്ചു കളഞ്ഞിതു വാജികൾക്കും ശരമേറ്റമേറ്റു പുനരാജിയും ഘോരമായി വന്നു രഘുവരൻ കൈകാൽ തിളർന്നു തേർത്തട്ടിൽ നിൽക്കും വിധൗ കൈകസീ നന്ദനായ വിഭീഷണൻ ശോകാതിരേകം വളർന്നു നിന്നിടിനാൻ ലോകരുമേറ്റം വിഷാദം കലർന്നിതു കാലപുരത്തിനയപ്പേരിനി എന്നു ശൂലം പ്രയോഗിച്ചിതാശരാധീശനം അസ്ത്രങ്ങൾ കൊണ്ടു തടപോറാഞ്ഞോർത്തുടൻ ഭദ്രാരി തന്നുട തേരിലിരുന്നൊരു ശക്തിയെടുത്തയച്ചു രഘുനാഥനും പത്തു നുറുങ്ങി വീണു തത്ര ശൂലവും. അറിയൂ സഞ്ചരേന്ദ്രനുടെ ദുരകങ്ങളെ ശസ്ത്രങ്ങൾ കൊണ്ട് മുറിച്ചിതു രാഘവൻ സാരഥി തേരും തിരിച്ചടിച്ചാർത്തനായി പോരിലഴിച്ചു നിർത്തിയിടിനാനന്നേരം ആലസ്യമൊട്ടകന്നൊരു നേരം തത്ര പൗലസ്ത്യനും സൂതനോട് ചൊല്ലിയിടിനാൻ എന്തിനായിക്കൊണ്ടു നീ പിന്തിരിഞ്ഞു ബലാലന്ധനായി ഞാനത്ര ദുർബലനാകയോ കൂടലരോട് തീർത്താൽ ഞാൻ ഒരുത്തനോടിയൊളിച്ച വാറന്നു കണ്ടു ഭവാൻ നീയല്ല സൂതൻ എനിക്ക് നിരാമന് നീയതി ബാന്ധവനെന്നറിഞ്ഞേനഹം ഇസ്തം നിശാചരദീശൻ പറഞ്ഞതിനുത്തരം സാരഥി സത്വരം ചൊല്ലിനാൻ രാമനെ സ്നേഹമുണ്ടായിട്ടുമല്ലമൽ സ്വാമിയെ ദ്വേഷമുണ്ടായിട്ടുമല്ലമേ രാമനോടേറ്റു പൊരുതു നിൽക്കുന്നേരം ആമയം പൂണ്ടു തളർന്നതു കണ്ടു ഞാൻ സ്നേഹം ഭവാനെ കുറിച്ചേറ്റമാകയാൽ മോഹമകലുവോളം പോർക്കളം വിട്ട് ദൂരെ നിന്നാൽ ആലസ്യമെല്ലാം കളഞ്ഞിനി പോരിനടുക്കണമെന്ന് കൽപ്പിച്ചത്രേ സാരഥി താനറിയണം മഹാരഥന്മാരുടെ സാധവും വാജികൾ സാധവും വൈരികൾക്കുള്ള ജയകാലവും പാരിൽ നിമ്നോന്നത ദേശവിശേഷവും എല്ലാം അറിഞ്ഞു രഥം നടത്തുന്നവനല്ലോ നിപുണനായുള്ള സൂതൻ പ്രഭു എന്നതു കേട്ടു തെളിഞ്ഞത രാവണനൊന്നു പുണർന്നൊരു കൈവളയും കൊടുത്തിന്നിനി തേരെടുത്താശു കൂട്ടിയിടുക പിന്നോക്കമില്ലിനിയൊന്നു കൊണ്ടുമടോ ഇന്നോട് നാളെയോടൊന്നു തിരഞ്ഞിടും മന്നവനോടുള്ള പോരെന്നറിക നീ സൂതനും തേരതി വേഗേന കൂട്ടിനാൻ ക്രോധം മുഴുത്തങ്ങടുത്തിതു രാമനും തങ്ങളേറ്റമണഞ്ഞു പൊരുതളമങ്ങുമിങ്ങും നിറയുന്നു ശരങ്ങളാൽ. അഗസ്ത്യ പ്രവേശനവും ആദിത്യസ്തുതിയും. അങ്ങനെയുള്ള പോർ കണ്ടു നിൽക്കുന്നേരം എങ്ങനെയെന്നറിഞ്ഞീലഗസ്ത്യന്തത രാഘവൻ തേരിലിറങ്ങി നിന്നിടിനാൻ ആകാശദേശാൽ പ്രഭാകര സന്നിഭൻ വന്ദിച്ചു നിന്നു രഘുകുലനാഥൻ ആനന്ദമിയന്നരുൾ ചെയ്താനഗസ്ത്യനും അഭ്യുദയം നിനക്കാശു വരുത്തുവാനിപ്പോൾ ഇവിടേക്ക് ഞാനടോ താപത്രയവും വിഷാദവും തീർന്നുപോം ആപത്തു മറ്റുള്ളവരും അകന്നുപോം ശത്രുനാശം വരും രോഗവിനാശനം വർദ്ധനം നിത്യമാം ആദിത്യ ഹൃദയമാം മന്ത്രം തുത്തമമെത്രയും ഭക്ത്യാ ജപിക്കടോ ദേവാസുരോരക ചാരണകില്ല താപസഗുഹ്യക അക്ഷരക്ഷോഭു കിംപുരുഷാത്മനോ മനുഷ്യാദ്യന്മാരും സമ്പ്രതി സൂര്യനെ തന്നെ ഭജിപ്പതും ദേവകളാകുന്നത് ആദിത്യനാകിയ ദേവനത്രേ 14 ലോകങ്ങളും രക്ഷിപ്പതും നിജര രശ്മികൾ കൊണ്ടവൻ ഭക്ഷിപ്പതും അവൻ കൽപ്പകാലാന്തരേ ബ്രഹ്മനും വിഷ്ണുവും ശ്രീ മഹാദേവനും ഷൺമുഖൻ താനും പ്രജാപതി വൃന്ദനും ശക്രനും വൈശാനരനും കൃതാന്തനും രക്ഷോവരനും വരുണനും വായുവും യക്ഷാധിപനും ഈശാനും
രക്ഷാധിപനും ഈശാനനും ചന്ദ്രനും നക്ഷത്രജാലവും ധിക്കരി വൃന്ദവും വാരണവർത്തനും ആമാര്യനും മാരനും താരാഗണങ്ങളും താനാഗ്രഹങ്ങളും അശ്വനി പുത്രരും അഷ്ടവസ്തുക്കളും വിശ്വദേവന്മാരും സിദ്ധരും സാധ്യരും നാനാപ്രതുക്കളും പിന്നെ മനുക്കളും ദാനവാന്മാരും ഉരക സമൂഹവും വാരസമാർത്തു സംവത്സര കൽപ്പാതി കാരകനായതും സൂര്യനിവൻ തന്നെ വേദാന്ത വേദ്യനാം വേദാത്മകനിവൻ വേദാർത്ഥ വിഗ്രഹൻ വേദജ്ഞ സേവിതൻ ഭൂഷാവിഭാകരൻ മിത്രൻ പ്രഭാകരൻ ദോഷാകരാത്മജൻ ത്വഷ്ടാദിനകരൻ ഭാസ്കരൻ നിത്യനവസ്കരൻ ഈശ്വരൻ സാക്ഷി സവിതാ സമസ്ത ലോകേക്ഷണൻ ഭാസ്വാൻ വിവസ്വാൻ നവസ്വാൻ ഗവസ്തിമാൻ ശാശ്വതൻ ശംഭൂ ശരണ്യൻ ശരണതൻ ലോകശിശിരാരി ഘോരതിമിരാരി ശോകാപഹാരി ലോകാലോക വിഗ്രഹൻ ഭാനു ഹിരണ്യഗർഭൻ ഹരണേന്ദ്രിയൻ ദാനപ്രിയൻ സഹസ്രാംശു സനാതനൻ സപ്താശ്വനർജുനാശ്വൻ സകലേശ്വരൻ ജനാവബോധപ്രദൻ മംഗലൻ ആദിത്യനർക്കൻ അരുണാനന്ദകൻ ജ്യോതിർമയൻ തവനൻ സവിതാരവി വിഷ്ണു വികർത്തനൻ മാർത്താണ്ഡൻ സുമാനുഷ്ണകിരൺ മിഹിരൻ വിരോചനൻ പ്രത്യോദനൻ പരൻ കഥ്യോദനോദ്യോഗനദ്വയൻ വിദ്യാവിനോദൻ വിഭാവസു സൃഷ്ടിസ്ഥിതി സംഹാരകാരണൻ വിശ്വവന്ദൻ മഹാവിശ്വരൂപൻ വിഭു വിശ്വവിഭാവനൻ വിശ്വൈകനായകൻ വിശ്വാസഭക്തിയുക്താനനാം ഗതിപ്രദൻ ചന്ദ്രകിരണൻ തരണി ദിനമണി പുന്തരീക പ്രബോധപ്രദനര്യമ ദ്വാശാത്മാ പരമാത്മാ പരാപരൻ ആതിഥേയൻ ജഗദാഭിഭൂതൻ ശിവൻ ഖേദവിനാശനൻ കേവലാത്മാ ബിന്ദു നാദാത്മകൻ നാരനാദി നിഷേവിതൻ ജ്ഞാനസ്വരൂപൻ അജ്ഞാന വിനാശനൻ ധ്യാനിച്ചുകൊള്ളുക നീ നിത്യമിദ്ദേവനെ. ആദിത്യ ഹൃദയം സന്തതം ഭക്ത്യാ നമസ്കരിച്ചിടുക സന്താപനാശകരായ നമോ നമഃ. അന്ധകാരന്ധകരായ നമോ നമഃ. ചിന്താമണി ചിദാനന്ദായ ദേ നമഃ. നീഹാരനാശകരായ നമോ നമഃ. മോഹവിനാശകരായ നമോ നമഃ. ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തിരൂപായ ദേ നമഃ. സ്ഥാവരജംഗമാചാര്യായ ദേ നമോ. ദേവായ വിശ്വൈക സാക്ഷിണ ദേ നമഃ. സത്യപ്രധാനായ സത്വായ ദേ നമഃ. സത്യസ്വരൂപായ നിത്യം നമോ നമഃ. ഇസ്തമാദിത്യ ഹൃദയം ജപിച്ചു നീ ശത്രുക്ഷയം വരുത്തിയിടുക സത്വരം. ചിത്തം തെളിഞ്ഞഗസ്ത്യോക്തി കേട്ടത്രയും ഭക്തി വർദ്ധിച്ചു കാകുൽസ്ഥനം കൂപ്പിന. സ്വാമി ശരണം. അങ്ങനെ സ്വാമി ശരണം. അങ്ങനെ ഇന്നത്തെ പാരായണം ഭക്തിപൂർവമായിട്ട് ശ്രീരാമപാദങ്ങളിൽ സമർപ്പിച്ചിരിക്കുകയാണ്. വളരെ ഭക്തി നിർഭരമായ ഭാഗങ്ങളാണ് ഇന്നും ഇനി തുടർന്നുള്ള ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അങ്ങനെ രാമരാവണ യുദ്ധം തുടങ്ങി അഗസ്ത്യ ആഗമനവും അഗസ്ത്യ സ്തുതിയും ഒക്കെ വളരെ ഭക്തിപൂർവമായി തന്നെ ഇന്നിവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇന്നത്തെ പാരായണത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞങ്ങളുടെ സാസ് കൊങ്കൺ പ്രാന്തിന്റെയും എല്ലാ ശ്രോതാക്കളുടെയും അഗൈതവുമായ നന്ദി അറിയിക്കുന്നു. സ്വാമി ശരണം. ഇനി അടുത്തതായിട്ട് ഭജനാവലിയുണ്ട്. അതിനു മുമ്പായിട്ട്
ഇതില് പങ്കെടുക്കുന്ന ഇതിന്റെ പിന്നിൽ അണിയറയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ആദ്യമായിട്ട് ശ്രീ ഗിരീഷ് കുമാർ നായർ ജി, സാസ് നാഷണൽ ജോയിന്റ് സെക്രട്ടറി ആൻഡ് പ്രോഗ്രാം അഡ്വൈസർ. അടുത്തത് ശ്രീ ഡോക്ടർ സുരേഷ് നായർ ജി, പ്രസിഡന്റ് സാസ് കൊങ്കൺ പ്രാന്ത്. ശ്രീ കുമാർ വൈദ്യനാഥൻ ജി, ജനറൽ സെക്രട്ടറി സാസ് കൊങ്കൺ പ്രാന്ത്. ശ്രീ പ്രകാശ് പൈ ജി, സാസ് നാഷണൽ ട്രഷറർ. ശ്രീ അജയ് കുമാർ പണിക്കർ ജി, സാസ് വസായി ഡിസ്ട്രിക്ട് പ്രസിഡന്റ് ആൻഡ് പ്രോഗ്രാം ഓർഗനൈസർ. ശ്രീ സദാശിവൻ പിള്ളൈ ജി, സാസ് വിക്രോളി അയ്യപ്പ സേവക് ആൻഡ് പ്രോഗ്രാം കോർഡിനേറ്റർ. ശ്രീ രാജശേഖരൻ നായർ ജി, നമ്മുടെ ആചാര്യനാണ്. അടുത്തായിട്ട് മിസ് ശ്രേയ നായർ ജി, ബ്രാൻഡിംഗ് സപ്പോർട്ട്. എല്ലാവർക്കും സാസ് കൊങ്കൺ പ്രാന്തിന്റെയും എല്ലാ ശ്രോതാക്കളുടെയും പാരായണത്തിന് പങ്കെടുക്കുന്നവരുടെയും പേരില് ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയംഗമായി നന്ദി അറിയിക്കുന്നു. അടുത്തതായിട്ട് ഭജനാവലിയാണ്. ഇന്നത്തെ ഭജന സന്ധ്യ അവതരിപ്പിക്കുന്നത് ധർമ്മരക്ഷാ സമിതി അംഗങ്ങൾ വിരാർ. അപ്പോ ഞങ്ങളുടെ രക്ഷാധികാരിയായി ഈ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇത് നമ്മുടെ ഈ ഒരു സാസ് വസായിയുടെ ഒരു ഭാഗമാണ് ഇത് ധർമ്മരക്ഷാ സമിതി. ഞങ്ങളിവിടെ അയ്യപ്പ പാരായണം, അയ്യപ്പ മണ്ഡല മാസത്തിലെ എല്ലാ ഗൃഹങ്ങളിലും അയ്യപ്പ ഭാഗവതം പാരായണം ചെയ്യുന്നുണ്ട്. കൂടാതെ രാമായണ മാസത്തിലും എല്ലാ ഭവനങ്ങളും അംഗങ്ങളുടെ ഭവനങ്ങളിലും രാമായണം പാരായണം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കാനായിട്ട് ഞങ്ങളുടെ രക്ഷാധികാരി ശ്രീ VNC നായർ ജി ക്ഷണിക്കുന്നു. സ്വാമി ശരണം. സ്വാമി ശരണം. ആദ്യമായിട്ട് സാസിന് ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ്. ധർമ്മരക്ഷാ സമിതിക്ക് ഇത്തരം ഒരു അവസരം ഉണ്ടാക്കി തന്ന എല്ലാ പ്രവർത്തകരോടും അതിൻ്റെ മുഖ്യാധികാരിയായിട്ടുള്ള എല്ലാവരോടും അണിയറ പ്രവർത്തകരോടും ഞാൻ സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. തുടങ്ങുന്നതിന് മുമ്പ് രണ്ടു വാക്ക് ധർമ്മരക്ഷാ സമിതിയെ കുറിച്ച് പറയണമെന്ന് ആഗ്രഹിക്കുകയാണ്. സമയം അനുവദിക്കുന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് എടുക്കാൻ പറ്റുമോ? ഓക്കെ. 2019 ഫെബ്രുവരിയിൽ സ്ഥാപിതമായ ഒരു സംഘടനയാണ് ധർമ്മരക്ഷാ സമിതി. സനാതന ധർമ്മത്തിന്റെ പഠനം, പഠിപ്പിക്കൽ, അതിൻ്റെ ഉള്ളടക്കങ്ങൾ സാധാരണക്കാരായ ആളുകളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞങ്ങൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊച്ചു കുട്ടികളിലാണ്. അപ്പോൾ അവരിലൂടെ അടുത്ത തലമുറ സനാതന സംസ്കൃതിയുടെ വക്താക്കളായിട്ട് മാറത്തക്ക രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് 5-6 വർഷമായിട്ട് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ വിരാറിലുള്ള നല്ലൊരു ശതമാനം ഭക്തജനങ്ങളും ഞങ്ങളോടൊപ്പമുണ്ട്. ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അവർ വളരെയധികം ഞങ്ങൾക്ക് പ്രചോദനവും ഞങ്ങൾക്ക് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു തരുന്നുണ്ട്. കുട്ടികളുടെ പഠന ക്ലാസ്സുകൾ, രാമായണ പാരായണം എല്ലാ വർഷവും മിഥുനം 1-ാം തീയതി മുതൽ രാമായണ പാരായണം തുടങ്ങും. അത് കർക്കിടകം 31-നോ 30-നോ അവസാനിക്കും. അതുകൂടെ തന്നെ അയ്യപ്പ ഭാഗവതം എന്ന ഒരു ഗ്രന്ഥം, എനിക്ക് തോന്നുന്നത് മലയാളികളായ ഒരു 20% ആൾക്കാരിൽ കൂടുതൽ ഇങ്ങനെ ഒരു ഗ്രന്ഥമുണ്ടെന്നുള്ളത് അറിയുമെന്ന് തോന്നുന്നില്ല. 2020 മുതൽ ഈ ഗ്രന്ഥവും ഞങ്ങൾ സ്ഥിരമായിട്ട് പാരായണം ചെയ്യുന്നുണ്ട്. എനിക്ക് എല്ലാവരോടും ഒരു അപേക്ഷയുള്ളത്, നമ്മൾ സാസ് എന്ന ഒരു സംഘടന അയ്യപ്പനെ മുൻനിർത്തി രൂപീകരിച്ചിട്ടുള്ളതും പ്രവർത്തിക്കുന്നതും ആയതുകൊണ്ട് അയ്യപ്പ ഭാഗവതം കൂടി എല്ലാവരിലും എത്തിക്കണം. ത്രയക്ഷര ചൈതന്യ എന്ന ഒരു മഹൽ വ്യക്തിയാണ്, ഒരു ഋഷിതുല്യനായ വ്യക്തിയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. മലയാളത്തിലാണ്. അത് എല്ലാവരും തുടങ്ങിയാൽ വളരെ നന്നായിരിക്കും.
എന്ന ഒരു അപേക്ഷയോടുകൂടി ഞങ്ങളുടെ ഇന്നത്തെ ഈ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. ഭജനാവലി. നന്ദി, നമസ്കാരം. ഹരി ഓം ശ്രീ തിരുവതേ നമഃ. വിഘ്നവസ്തു. ഗജമുഖ ഗജമുഖ ഗണനാഥ ഗജമുഖ ഗജമുഖ ഗണനാഥ ഗൗരീ കനയാ ഗണനാഥ ഭൂഷിതവാഹന മഹേശ്വര പുത്ര ഗണനാഥ ഏകദന്തനെ തവ പാദ നമസ്തേ ഗണനാഥ ഗജമുഖ ഗജമുഖ ഗണനാഥ ഗൗരീ തനയാ ഗണനാഥ ഗണനാഥ ഗുരുചരണം ശ്രീചരണം ഗുരുചരണം ഗുരുചരണം ജയ ഗുരുനാഥ ശ്രീചരണം ഗുരുചരണം ഗുരുചരണം
ശരണം ജയ ശരണം അഖില ജനാഖില സച്ചരണം ശരണം അഖില ഗുരുചരണം പ്രണമാമി സദാ ഗുരുചരണം ഗുരുചരണം ഓം ഗുരുനാഥ ശ്രീചരണം ഗുരുചരണം ഗുരുചരണം ജയ ഗുരുനാഥ ശ്രീചരണം ഗുരുമഹിമാ 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 ഗുരുചരണം പ്രണമാമി ഗുരുചരണം പ്രണമാമി സദാ ഗുരുചരണം ഗുരുചരണം ജയ ഗുരുനാഥ ശ്രീചരണം ജയ ഗുരുനാഥ ശ്രീചരണം ജയ ഗുരുനാഥ ശ്രീചരണം ഹരേ കൃഷ്ണ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ കൃഷ്ണ മുകുന്ദ കൃഷ്ണ ഗോവിന്ദ ദ്വാരകാപുരിയാകും ഗുരുവായും വാഴും കണ്ണൻ പാവങ്ങൾ ചൊല്ലി ഞാൻ അംബുജാചനക്കാരുണ്യാരിതേ കൃഷ്ണ കൈതൊഴുമേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ കൃഷ്ണ ഗോവിന്ദ ആദിൽ കുണ്ടലം കൈയിൽ പൊൻവളതനും പൊന്നോട കുഴലുമായി കണ്ണിൽ കാണുന്ന കണ്ണന്റെ രൂപം ഞാൻ കൃഷ്ണ കൈ തൊഴുന്നേ. കൃഷ്ണ ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ മാധവ
ശംഖഗദാചക്രബന്ധകം കണ്ണിൽ വെണ്ണവും കാലി പൊന്നി ചിലങ്കയുമായി വരും കൃഷ്ണ കൈതൊഴുമേ കൃഷ്ണ ഗോവിന്ദ മഞ്ഞ പൂഞ്ചേര മാറി ശ്രീവത്സവും കൃഷ്ണ കൈതൊഴുമേ കൃഷ്ണ മുകുന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി അച്യുതാനന്ദ സച്ചിദാനന്ദ സച്ചിദാനന്ദ. ഹരേ കൃഷ്ണ. സ്വാമിയേ ശരണമയ്യപ്പ.
ഒന്ന് കാണുവാൻ സ്വാമിയെ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയെ അയ്യപ്പോ ഭഗവാനെ ഭഗവതിയെ ഭഗവതിയെ ഭഗവാനെ ഗണപതിയെ സരസ്വതിയെ ഈശ്വരനെ ഈശ്വരി ഈശ്വരിയെ ഈശ്വരി സ്വാമിയെ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയെ ഉമ്മയ രൂപ അയ്യപ്പ കണ്ണയ രൂപ അയ്യപ്പ ഏകാന്ത മാത അയ്യപ്പ കാനന മാത അയ്യപ്പ മോഹന രൂപ അയ്യപ്പ മോഹിനി പുത്ര അയ്യപ്പ സ്വാമിയെ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയെ രൂപത്തെ ഒന്നു കാണും മലയാളം കടന്നു വന്നല്ലോ മണിമണികത്തിൽ വാഴും മയ്യലിനെ ഒന്ന് കാത്തിടുക അയ്യപ്പ കടലിൽ പഴങ്ങൾ വെച്ചിട്ടൊരു നാടിച്ചപ്പോഴോടി കൂടെ വന്നാരുമാനെ കടലിൽ പഴങ്ങൾ വെച്ചിട്ടൊരു നാടിച്ചപ്പോഴോടി രാമഭക്ത സീതാഭക്ത രാമഭക്ത സീതാഭക്ത ആഞ്ജനേയ ഹനുമാനെ ശ്രീരാമഭക്ത ശ്രീരാമദാസ നമോ നമഃ ശ്രീരാമ ശ്രീരാമഭക്ത ശ്രീരാമദാസ രാമഭക്ത സീതാഭക്ത ഹനുമാനെ രാമഭക്ത സീതാഭക്ത ആഞ്ജനേയ ഹനുമാനെ രാമനാമം ചൊല്ലി ചൊല്ലി ഹൃദയത്തിൽ ചാടി ഹനുമാനെ രാമനാമം ചൊല്ലി ചൊല്ലി ഹൃദയത്തിൽ വിളിച്ചപ്പോൾ ഓടിച്ചാടി കൂടെ വന്ന ഹനുമാനെ രാമഭക്ത ഹനുമാനെ ലക്ഷ്മണഭക്ത ഹനുമാനെ ഹനുമാനെ രാമഭക്ത ലക്ഷ്മണഭക്ത സീതാദേവന ഹനുമാനെ കലകത്തിൽ പാടിയൊരു ലങ്കാരമാക്കി വന്നു എന്റെ ഹനുമാനെ കലകത്തിൽ പാടിയൊരു ലങ്കാരമാക്കി വന്നു എന്റെ ഹനുമാനെ അഞ്ജനപുത്ര സങ്കടനാശ വാനരവീര അഞ്ജനപുത്ര സങ്കടനാശ വാനരവീര വാഴുമെന്റെ ഭഗവാനെ അരികിൽ വസിക്കുന്ന വാഴുമെന്റെ ഭഗവാനെ
വായുപുത്ര വാനരവീര വായുപുത്ര വാനരവീര വീരവീര ഹനുമാനെ പഴങ്ങൾ വെച്ചിട്ടൊരു നാൾ വിളിച്ചപ്പോൾ ഓടിക്കാടിക്കൂടെ വന്ന ഹനുമാനെ രാമഭക്ത ഹനുമാനെ സീതാഭക്ത ഹനുമാനെ രാമഭക്ത സീതാഭക്ത ആഞ്ജനേയ ഹനുമാനെ രാമദൂത ശ്രീരാമഭക്ത ശ്രീരാമരാജ നമോ നമഃ ശ്രീരാമദൂത ശ്രീരാമഭക്ത ശ്രീരാമരാജ നമോ നമഃ. സ്മരണം ജയ ജയ രാമ 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 താരകം രാമ രാമ രാമകൃഷ്ണ വാസുദേവ ഭക്തി മുക്തിദായകം രാമ 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 നാമ താരകം രാമകൃഷ്ണ വാസുദേവ ഭക്തി മുക്തിദായകം രാമ 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 നാമ താരകം രാമകൃഷ്ണ വാസുദേവ ഭക്തി മുക്തിദായകം ജാനകി മനോഹരം ജാനകി മനോഹരം ശങ്കരാതിശയമാന പുണ്യനാമ കീർത്തനം ശങ്കരാതിശയമാന പുണ്യനാമ കീർത്തനം രാമ 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 രാമകൃഷ്ണ വാസുദേവ ഭക്തി മുക്തിദായകം രാമ 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 രാമകൃഷ്ണ വാസുദേവ ഭക്തി മുക്തിദായകം വീരശൂരമന്ദിരം വീരശൂരമന്ദിരം രാമ 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 കൃഷ്ണ വാസുദേവ ഭക്തി മുക്തിദായകം രാമ 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 താരകം രാമകൃഷ്ണ വാസുദേവ ഭക്തി മുക്തിദായകം രാമകൃഷ്ണ വാസുദേവ ഭക്തി മുക്തിദായകം മുക്തിദായകം. അങ്ങനെ ഇന്നത്തെ ഭജനാവലി ഇവിടെ സമർപ്പിക്കുകയാണ്. ഇവിടെ ഭജനാവലി അവതരിപ്പിച്ചത് ധർമ്മരക്ഷാ സമിതി നീരാർ. ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി അറിയിക്കുന്നു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതില്. പിന്നെ ഇതിൽ പങ്കെടുത്തവര് ശ്രീ VNC നായർജി, ശ്രീ രാജേഷ് നാരായൺജി, രാജേഷ് കുമാർ, മധുസൂദൻ നായർ, മനീഷ, വിഷ്ണുപ്രിയ, സുമ കുറുപ്പ്, വസന്തി നായർ, ഋഷോഭ നായർ, വിമല നായർ, രാധ നായർ, കൃഷ്ണ നായർ, പുഷ്പലത, ഓമന നായർ, ഉഷ ജയകുമാർ, ശർമിള നായർ, മനീഷ്, ഞാൻ ശ്രീകരം, സ്വാമി ശരണം. അപ്പോ ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി അറിയിക്കുന്നു.
അങ്ങനെ ഇന്നത്തെ ഭജനാവലി രാമായണ പാരായണവും ഇവിടെ സമർപ്പിക്കുന്നു. അടുത്തതായിട്ട് ആരതിയാണ്. ആരതി ഹലോ ഹലോ ഗിരീഷ് ജി, ഹലോ ആരതി ഇവിടെ കാണിക്കുന്നു. ഹലോ ആയിക്കോട്ടെ സ്വാമി ശരണം. രത്നകുണ്ടലായ തുളസി വനമാലികായ ജനസംസദേവായ ചാരുമംഗളം ദേവദേവോത്തമായ പാവനായ ഭൗരമംഗളം മനോപായ വിഹിത വേദാന്തവേദ്യായ സുമുഖചിത്തകാമികായ ശുഭമംഗളം രാമദാസമൃദുല ഹൃദയ താമര സവിഭാസായ സ്വാമി ഭദ്രഗിരിപരായ സർവമംഗളം രാമചന്ദ്രായ ജനകരാജാമനോഹരായ മാമകാഭീഷ്ടദായ മഹിതമംഗളം മംഗളം മഹിതമംഗളം പൂരഗൗരം കരുണാവതാരം സംസാരസാരം ഭുജഗേന്ദ്രഹാരം സദാരവിന്ദേ ഭവം ഭവാനി സഹിതം നമാമി നമഃ Hare Ram, Hare Ram, Ram Ram, Hare Hare, Hare Krishna, Krishna Krishna, Hare Ram, Hare Ram, Ram Ram, Hare Hare, Hare Krishna, Krishna Krishna, Hare Ram, Hare Ram, Ram Ram, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare. ആരതി കാണിക്കുന്നുണ്ട്. എല്ലാവരും ആരതി സ്വാമി ശരണം. സ്വാമി ശരണം. രാമായണം അതുപോലെ തന്നെ ഇവിടെ ഭംഗിയായിട്ട് ഭജന അവതരിപ്പിച്ച് ധർമ്മരക്ഷാ സമിതിയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകരും
സി നായർജിയും രാജേഷ് നാരായൺജി, അജയ്ജി, പിന്നെ എല്ലാ അംഗങ്ങളും എൻ്റെ വിനീതമായ നമസ്കാരം. പരിപാടി നല്ലതായിരുന്നു, ഗംഭീരമായിരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും ഒത്തുചേരും നാളെ ഈ സമയത്ത്. നാളത്തെയും മറ്റന്നാളത്തെയും ഭജനാമലിയുടെ ലിസ്റ്റ് ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാ നോമിനേഷൻസ് ഇന്ന് തന്നെ കിട്ടേണ്ടതാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വരുന്ന ബുധനാഴ്ച 9 വരെ ഒരു പ്രത്യേകം പരിപാടി വെച്ചിട്ടുണ്ട്. നാട്ടിൽ ചില ഗ്ലോബൽ അയ്യപ്പ മഹാസംഗമം നടത്താനുള്ള കേരള സർക്കാരിൻ്റെ തീരുമാനത്തെ ചൊല്ലി ചില കാര്യങ്ങൾ പറയാൻ നമ്മുടെ സാസിൻ്റെ ദേശീയ ചെയർമാൻ ശ്രീ എസ് ജയകുമാർജി അവർ നമ്മളൊപ്പം എത്തുന്നതായിരിക്കും. ഭജനാമലികൾ അതുപോലെ രാമായണത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ഭക്തജനങ്ങളും അതിൽ പങ്കെടുക്കും. അതിനുള്ള ലിങ്കും കാര്യങ്ങളും നമ്മൾ ഉടൻ തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സ്വാമി ശിവ, ജയ ശ്രീറാം. ജയ ശ്രീരാം.